കോന്നിയിലേക്കൊന്ന് പോയാൽ പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ നോട്ടീസ് പതിപ്പിച്ചതിൽ ശസ്ത്രക്രിയ വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദ് അവധിയിൽ പ്രവേശിച്ചു. മെഡിക്കൽ കോളേജിന്റെ അപര്യാപ്തതകൾ ചൂണ്ടിക്കാട്ടി താൻ നോട്ടീസ് തയ്യാറാക്കിയിരുന്നു. പരസ്യമായി നോട്ടീസ് ഒട്ടിച്ചിട്ടില്ലെന്നാണ് ഡോക്ടർ ശിവപ്രസാദിന്റെ വിശദീകരണം. സമ്മതപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയ ആക്ഷേപങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുകയാണെന്നും ശസ്ത്രക്രിയാ ദിവസം മാത്രം ആശുപത്രിയിൽ എത്തുമെന്നും ഡോക്ടർ ശിവപ്രസാദ്. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, നേരത്തെ ഈ കോന്നിയിലെ നോട്ടീസ് വിവാദമായ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഡോക്ടർ ശിവപ്രസാദ് അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത്? അരുൺ, ഈ കോന്നി മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ വിഭാഗത്തിൽ ഒരു നോട്ടീസ് പതിപ്പിച്ചിരുന്നു. അതിന്റെ വിശദീകരണം ചോദിച്ചുകൊണ്ട് ഒരു മെമ്മോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവപ്രസാദിന് നൽകിയിരുന്നു. പക്ഷെ അത് നേരിട്ട് കൈപ്പറ്റാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പിന്നീട് ഇമെയിൽ മുഖാന്തരം അയക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്തിരുന്നു. ആ മറുപടിയുടെ വിശദാംശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ ഡോക്ടർ ശിവപ്രസാദ് അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നു. പക്ഷേ ശസ്ത്രക്രിയ ദിവസങ്ങളിൽ മാത്രം മെഡിക്കൽ കോളേജിൽ എത്തുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഈ കാരണം കാണിക്കൽ നോട്ടീസിന് മെമ്മോയ്ക്ക് ഇന്നലെ തന്നെ വിശദീകരണം നൽകിയിരുന്നു. അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ നോട്ടീസ് ഒട്ടിച്ചത് താനല്ല എന്ന് തർപ്പിച്ച് പറയുന്നു. പക്ഷേ ആ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ അത് താൻ നേരത്തെ തയ്യാറാക്കിയിരുന്നു. അത് ആശുപത്രി ഈ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലിന് തന്നെ താൻ നേരത്തെ അത് കൈമാറിയിരുന്നു. പക്ഷേ നോട്ടീസ് ഒട്ടിച്ച് താനല്ല എന്ന നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. നേരത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ ഡോക്ടർ ശിവപ്രസാദിനെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. ആശുപത്രി സൂപ്രണ്ടും ഡോക്ടർ ശിവപ്രസാദിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഏതായാലും മെമ്മോയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ ശിവപ്രസാദ് അവധിയിൽ പോയിരിക്കുകയാണ്. ഈ സമ്മതപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയ ആക്ഷേപങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഡോക്ടറുടെ ഭാഗം. ഒപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ വിരമിക്കൽ അപേക്ഷയും അത് ആരോഗ്യവകുപ്പിന്റെ പരിഗണനയിലാണ്. നേരത്തെ തന്നെ വിരമിക്കൽ അപേക്ഷ നൽകിയിരുന്നു. അരുൺ, താങ്ക് യു. പ്രവീണാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ എന്തായാലും അവധിയിൽ പോയി. ഒരു ഡോക്ടറെ കൂടെ ഓടിച്ചു.